അപ്പ മക്കളെ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പൊ ഇന്ന് നമ്മൾ പോയത് നമ്മളെ ചങ്ങായിമാരുടെ അടുത്താണ്, നാട്ടിലുള്ള ചങ്ങായിമാരുടെ അടുത്ത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ മിസ്റ്റർ സാലിം ഖാന്റെ അടുത്തേക്ക് പോയി. അപ്പൊ സാലിം ഖാന്റെ ഓഫീസാണിത്, നല്ല ശരിയായ ഓഫീസാണ്. പ്രത്യേകിച്ച് പറയാനുള്ള എന്താ വെച്ചാല് അൽ റവദ മലയാളി ഗ്രൂപ്പ് ഉംറ സർവീസ് ആണ് മൂപ്പര മെയിൻ പരിപാടി. അപ്പൊ ആർക്കെങ്കിലൊക്കെ ഉംറക്കൊക്കെ പോവുകയാണെങ്കിൽ സാലിം കേറ്റ് കോൺടാക്ട് ചെയ്യുക. നല്ല മലയാളി ഗ്രൂപ്പാണ്, മലയാളി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അവിടുന്ന് സുഹൈലിന്റെ അടുത്ത് പോയി, സുഹൈൽ നമ്മളെ പിക്ക് ചെയ്തു. നമ്മള് എയർപോർട്ട് സ്ട്രീറ്റ് ഉണ്ട്, ഫുഡ് സ്ട്രീറ്റ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് റീഗൽ റെസ്റ്റോറന്റ് കയറി. നല്ല ശരിയായ ചിക്കൻ ഫ്രൈയും ബീഫ് ചില്ലിയാണ് കഴിച്ചത്. ബീഫ് ചില്ലി ഒരു വെറൈറ്റി സാധനമായിരുന്നു. ഞാൻ ഇതുവരെ ആ ഒരു സാധനം കഴിച്ചിട്ടില്ല, നല്ല രസമുണ്ടായിരുന്നു. പണ്ട് ചെറുപ്പത്തില് പണ്ടൊരു സാധനം വാങ്ങിയിരുന്നു, ഒരു ബീഫിന്റെ ഒരു കറി, അതിന്റെ ഒക്കെ ടേസ്റ്റ് കിട്ടി. എന്തായാലും നമ്മൾ അവിടുന്ന് ബീഫ് കറിയും നെയ്ച്ചോറും ചില്ലിയൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഒരു ഷോപ്പിൽ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് സാലിം ഖത്തറിൽ ഭയങ്കര ഫേമസ് ആളാണെന്നുള്ളത്. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് പിന്നെ നമ്മളിങ്ങനെ വണ്ടിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സെറ്റ് ചങ്ങായി, ഇവനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇവനാന്ന് ഇവളാണെന്ന് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മളോട് നല്ല കളിക്കുന്ന ചങ്ങായി. പൂച്ചേനെ എവിടെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചക്കളൊരു വേറെ തന്നെ ഒരു ഐറ്റാണ് അല്ലേ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേന. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ പൂച്ചേനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഞാൻ അവിടെ പൂച്ചേനെ കണ്ടാലും അതിനൊന്ന് തൊടാൻ ശ്രമിക്കും. എന്താണെന്നറിയില്ല, എനിക്ക് പൂച്ചേനെ കാണാൻ ഒരു പ്രത്യേക ഒരു കൗതുകം. പിന്നെ അങ്ങനെ മൂപ്പരോട് കുറെ അങ്ങനെ കളിച്ച് പിന്നെ താഴെ ഇറങ്ങാൻ നോക്കി. നമ്മൾ തയ്യാറാക്കി കൊടുത്ത് മൂപ്പരൊരു സന്തോഷമല്ലേ. പിന്നെ നമ്മൾ ഫവാസിന്റെ അടുത്തേക്ക് പോയി. ഫവാസിന്റെ വീഡിയോ എടുക്കാൻ നോക്കി രോം പറഞ്ഞു, ഇപ്പൊ എന്നെ കാണാൻ വലിയ രസമില്ല, അതുകൊണ്ട് രസമുള്ളവരെ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് പെണ്ണിട്ടില്ല, അതുകൊണ്ട് ശരിയാവില്ല, വലിയ പ്രശ്നമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. പിന്നെ ആളാടുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞാനൊരു ഊബർ ഇട്ട് നേരെ റൂം പോയി കിടന്നുറങ്ങി. ഓക്കെ ബൈ.